കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിൽ +1 വിദ്യാർത്ഥിനിയായിട്ടുള്ള മകൾ അമ്മയോട് പറഞ്ഞു, എനിക്ക് വയറ് വേദനിക്കുന്നതെന്ന്. അങ്ങനെ അമ്മ മകളെയും കൂട്ടി അടുത്തുള്ള ഒരു ആശുപത്രിയിലെത്തി. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വിധി എഴുതി ഈ +1 വിദ്യാർത്ഥിനി ഗർഭിണിയാണെന്ന്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന്. അപ്പോൾ ചോദ്യമുയർന്നു, ഈ കുഞ്ഞിന് ഉത്തരവാദി ആരാണെന്നുള്ളത്. നമ്മൾ പണ്ട് പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ദിവ്യഗർഭമെന്നല്ലേ. പക്ഷേ അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പെൺകുട്ടി വിരൽ ചൂണ്ടിയത് സ്വന്തം പിതാവിലേക്ക് തന്നെയാണ്. അങ്ങനെ മാധ്യമങ്ങളും നാട്ടുകാരും പോലീസുകാരും എല്ലാവരും വളരെ ആഘോഷമായിട്ട് വന്ന് ഈ പെൺകുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെ വിലങ്ങണിയിച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകളെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല, എൻ്റെ മകളെ ഞാൻ ഗർഭിണിയാക്കിയിട്ടില്ല. പക്ഷേ ഈ ആഘോഷങ്ങളുടെ നടുവിൽ ഇതൊക്കെ ആര് കേൾക്കാനാണ്, അല്ലെങ്കിൽ ആര് ശ്രദ്ധിക്കാനാണ്? അങ്ങനെ അദ്ദേഹം ജയിലിലായി. നമുക്കറിയാം, ഒരു പോക്സോ കേസൊക്കെ വരുമ്പോൾ പെൺകുട്ടി ആരിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എത്രയും വേഗം അവരെ അറസ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ സഹോദരനായിരിക്കാം, പിതാവായിരിക്കാം, കാമുകനായിരിക്കാം, ആരുമായിക്കോട്ടെ. പ്രതി ഒരു രീതിയിലും രക്ഷപ്പെടരുതെന്നുള്ള രീതിയിലുള്ളൊരു മുൻകരുതലാണത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായതിനു ശേഷമാണ് ബാക്കി അന്വേഷണങ്ങൾ നടക്കുക. അങ്ങനെ DNA ടെസ്റ്റ് എടുത്തു, സാമ്പിൾ എടുത്തു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിതാവല്ല പീഡനം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരിക്കുന്നത് വേറെ വ്യക്തിയാണ്. അങ്ങനെ പിതാവിനെ ജയിൽ മോചിതനുമാക്കി. ഇവിടെ ഏറ്റവും വേദനാജനകമായിട്ട് നമുക്ക് തോന്നുന്നത് വേറൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഈ കുട്ടിയുടെ പിതാവിന് ഒരു കൈയില്ല. ഒരു കൈയില്ലാത്ത മനുഷ്യൻ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട് കൂലി വേല ചെയ്താണ് ഇവൾക്കൊക്കെ ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് ഇത്രയും വരെ വലുതാക്കിയത്. ആ പിതാവിന് മകൾ കൊടുത്ത സമ്മാനമാണ് പീഡനവീരൻ, സ്വന്തം മകളെ പീഡിപ്പിച്ച തന്ത എന്നുള്ള ആ ഒരു ലേബൽ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? എത്ര ഭീകരമാണ് അന്തരീക്ഷം അല്ലേ? ഇതൊന്നും ഒരിക്കലും ഒരു കഥ പോലെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ നേരെ നമ്മുടെ മക്കൾ എപ്പോഴാണ് വിരൽ ചൂണ്ടുന്നതെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പിതാവിനെ പോലെ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങളും എല്ലാവരും വരും, അറസ്റ്റ് ചെയ്യും, നമ്മളെ കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്യുമ്പോൾ പത്രത്തിലൊക്കെ നമ്മുടെ ഫോട്ടോ നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് കേസ് തെളിഞ്ഞ് നമ്മൾ ഇതിന് നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ ഇത്രയും വലിയ ആഘോഷത്തോടെയൊന്നും നമ്മുടെ ഫോട്ടോയൊന്നും ആരും പത്രത്തിൽ കൊടുക്കുകയില്ല. വാർത്ത തിരുത്തി കൊടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ ആജീവനാന്തം സ്വന്തം മകളെ പീഡിപ്പിച്ച തന്ത എന്നുള്ള ലേബലിൽ തന്നെ നമ്മൾ കഴിയേണ്ടതായിട്ടും വരും. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയാൽ നമുക്ക് അത്ര വലിയൊരു നാണക്കേടൊന്നുമില്ല. കുറച്ച് ദിവസമൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കാൻ, മുഖത്ത് നോക്കാൻ ഒരു മടി കാണും. കുറച്ച് ദിവസം തല താഴത്തേക്ക് നടക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ അത് ശരിയാവും. പക്ഷെ അതേപോലെയല്ല സ്വന്തം മകളെ പീഡിപ്പിച്ച എന്നുള്ളൊരു ലേബല് നമ്മുടെ നെറ്റിയിൽ ചാർത്തി കിട്ടിയാൽ ആ അവസ്ഥ വളരെ ഭയാനകമാണ്. ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ പീഡനം പിതാവിലേക്ക് വിരൽ ചൂണ്ടി വരുന്നത്. ഇതിനു മുമ്പും കഥകൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ സ്വന്തം വീട്ടിൽ പെയിൻറ്റ് പണി നടക്കുന്ന സമയത്ത്, വീട് പണി നടക്കുന്ന സമയത്ത് ആ പെയിൻറ്റിങ്ങിന് വന്ന പണിക്കാരനുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പയ്യനുമായിട്ട് മകൾക്കുണ്ടായ ബന്ധം പിതാവ് ചോദ്യം ചെയ്തു. പിതാവ് ചോദ്യം ചെയ്തപ്പോൾ കാരണം അദ്ദേഹം ഓൾറെഡി ഈ വ്യക്തിയുടെ സ്വഭാവം നല്ല രീതിയിൽ അറിയാവുന്നയാളാണ്. അതായത് എന്താണ് പറയുക, മദ്യപാനം, പരസ്ത്രീ ബന്ധം, പിന്നെ മയക്കുമരുന്ന് എല്ലാം ഉണ്ട് ആ പയ്യന്. അപ്പം മകളോട് വിശദമായിട്ട് തന്നെ ഈ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞു. ഈ ബന്ധം, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധം ഇവിടെ വച്ച് നിർത്തിക്കൊള്ളുക, ഇതൊക്കെയാണ് ഇവൻ്റെ രീതി, നമ്മളുമായിട്ട് ഒരു രീതിയിലും ഒത്തുപോകാൻ കഴിയില്ല. പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും നമുക്കത് തലയിൽ കയറില്ല അല്ലേ? പറയുന്നവർ നമ്മുടെ ശത്രുക്കളാവും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. പിതാവിൻ്റെ വാക്കുകൾ ചെവി കൊണ്ടില്ല, കാമുകനാണ് എല്ലാം എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോയി. പല പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്തു. അങ്ങനെ അതൊരു ലൈംഗികതയിലേക്ക് വഴിമാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാമുകന് ഒരു എന്താ പറയുക, ഒരു ഐഡിയ തോന്നി. അവൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നീ നിൻ്റെ പിതാവിനെതിരെ ഒരു പോക്സോ കേസ് കൊടുക്ക്. കാരണം എന്താ അറിയോ, പിതാവാണല്ലോ ശത്രു. ഇദ്ദേഹം ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തങ്ങ് അറമാദിക്കാം. അങ്ങനെ മൂഢയായ ആ പെൺകുട്ടി, മന്ദബുദ്ധിയായ ആ പെൺകുട്ടി
പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിതാവിനെതിരെ കേസ് കൊടുത്തു. പോക്സോ തന്നെ. അങ്ങനെ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ആഘോഷമായിട്ട് ഈ പിതാവ് ജോലി സ്ഥലത്ത് പണിസ്ഥലത്ത് ആയിരുന്ന വ്യക്തിയെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ജയിലിലാക്കി. അതിനുശേഷം പെൺകുട്ടി കാമുകനുമായിട്ട് നല്ല രീതിയിൽ പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇവന് ഞാൻ മാത്രമല്ല വേറെയും കാമുകിമാരുണ്ട്. ഞാനിവിടെ ഇവൻ്റെ കയ്യിലെ ഒരു ഇര മാത്രം, ഇവനൊരു വേട്ടക്കാരനാണെന്ന്. ആ സത്യം തിരിച്ചറിഞ്ഞ സമയത്ത് ഇവൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി മാറ്റിക്കൊടുത്തു. അങ്ങനെ ആ പിതാവ് സ്വതന്ത്രനായി. അപ്പോൾ നമ്മുടെ നേരെ ഇതാണ് പറഞ്ഞത്, എപ്പോഴോ ഏത് സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നേരെ നമ്മുടെ മക്കളും വിരൽ ചൂണ്ടിയേക്കാം. നമ്മൾ ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലെയല്ല ഒരു 16 വയസ്സും അല്ലെങ്കിൽ 26 വയസ്സും ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നല്ലേ. നമ്മൾ എന്ത് ചെയ്യും, പല കാര്യത്തിലും അവരോട് ചില റെസ്ട്രിക്ഷൻസ് പറയും. നീ അങ്ങനെ ചെയ്യരുത്, നീ അവിടെ നിന്ന് അവനോട് ഇങ്ങനെ കുഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അതെപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് വേദവാക്യമാവുന്നത് സോഷ്യൽ മീഡിയ ആണല്ലേ. നമ്മളിവിടെ നിന്ന് മക്കളോട് അരുത് അരുത് പല കാര്യങ്ങളിലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചിലർ എന്ത് ചെയ്യും, ഇങ്ങനെ സ്നേഹവും പ്രണയവും ഒക്കെ ഇങ്ങനെ ഒഴുക്കി വിടും. ആ ഒഴുക്കിൽ നമ്മുടെ മക്കൾ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് എപ്പോഴും കേൾക്കുന്നത് നോകളും ശകാരങ്ങളും ഒക്കെ ആകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എന്തിനേയും ഏതിനേയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രണയമാണ്. അപ്പോൾ അവർക്ക് തോന്നും നമ്മൾ തെറ്റാണ്, അവനാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് ഒറ്റ പോക്കങ്ങ് പോകും അല്ലേ. അപ്പോൾ പോകുന്നവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുപോകുന്നവൻ വേട്ടക്കാരനും പോകുന്ന പെൺകുട്ടികൾ പലപ്പോഴും ഇരയായിട്ടാണ് നമ്മൾ കാണാറ്. ഏതെങ്കിലും സ്ത്രീ ഒരു പുരുഷനെ ഹോട്ടൽ റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നോ ബസ് സ്റ്റാൻഡിൽ വെച്ച് പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഗർഭിണിയാക്കിയെന്നോ ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്തെന്നോ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും ഇര മാത്രമാണ്. നമ്മളെ ഇരയായിട്ടാണ് അവർ കാണുന്നത്. അവരിങ്ങനെ ചൂണ്ടയുമായിട്ട് നമ്മുടെ പിറകെ ഇരയെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊത്താൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ പിറകെ എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് വിവേകം അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവില്ല. നാട്ടിൻപുറത്ത് ചൊല്ലുണ്ട്, കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ. ഇപ്പം തൃശ്ശൂർ പറഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ച് പാരൻറ്റ്, അവളുടെ അച്ഛൻ മുൻപേ അവൾക്കൊരു വാണിംഗ് കൊടുത്തു. അവളത് ചെവിക്കൊണ്ടില്ല. അവസാനം അവൾക്ക് അനുഭവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ അവളുടെ തെറ്റ് തിരുത്തി അല്ലേ. പക്ഷെ അവൾക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. നമ്മൾ ഏത് മതവിശ്വാസിയായാലും അല്ലേ, ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും നമ്മുടെ എല്ലാത്തിൻ്റെയും മതഗ്രന്ഥങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു മനുഷ്യ നന്മയെക്കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മക്കളെ കൂടെ ഇരുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മക്കൾ അധികം വഴി തെറ്റി പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അത് ശരിയായിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ പാരൻസിനൊക്കെ അനുസരിച്ച് ജീവിക്കാൻ മക്കൾക്ക് സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അവരുടെ ഗുരു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അല്ലേ, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെയാണ് അവർക്ക് നേർവഴി കൊടുക്കുന്നത്. അവർ കാമുകന്മാരെ കണ്ടുപിടിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഇതുവഴിയൊക്കെ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല. പണ്ടത്തെ കാലത്ത് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അച്ഛനമ്മമാരാലോചിച്ച് വിവാഹം നടത്തി കൊടുക്കാം. അത് എല്ലാം സക്സസ് ആവണമെന്നില്ല, എന്നിരുന്നാൽ തന്നെയും ഭൂരിഭാഗവും സക്സസ് ആയിട്ട് നല്ല രീതിയിൽ പോയതുമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടുകാർ പോലും അറിയാതെ ഇങ്ങനെയുള്ള ബ്രോക്കർമാർ, ഇപ്പം ഈ പറഞ്ഞ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് ബ്രോക്കർമാരായിട്ട് നിലകൊള്ളുന്നത്. പക്ഷേ നിങ്ങളതിനെ ഇരയാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ വിളിക്കുമ്പോൾ അവൻ്റെ അടുത്ത് പോവാതെ അവനോട് നോ പറയുന്ന സമയത്ത് എന്നാൽ നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ വച്ച് ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ധൈര്യം പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും വേണം. കാരണം അവൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ശരീരം മാത്രമാണ്. നിൻ്റെ ആ ഒരു മനസ്സോ നിൻ്റെ സ്നേഹമോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല
അവൻ നിന്നെ നിൻ്റെ റൂമിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ ഫ്ലാറ്റിലേക്കോ എവിടേക്കാണെങ്കിലും അവൻ വിളിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങളാവാം, അത് നമുക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ താലി നമ്മുടെ കഴുത്തിൽ വീണതിന് ശേഷം മാത്രം പല പല ബന്ധങ്ങളിലേക്കും കടക്കുക. അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഒരു നിയന്ത്രണ രേഖ നമ്മൾ തന്നെ കൊണ്ടുവരിക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ പലതും ഇതിൻ്റെ തന്നെ ഒരു പര്യവസാനമാണ്. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയത്തിൻ്റെയും പല പല ബന്ധങ്ങളിലേക്ക് അത് പോകുന്നതിൻ്റെയും പര്യവസാനമാണ് ഇങ്ങനെയുള്ള പല ആത്മഹത്യകളും. അപ്പോൾ സ്ത്രീ വെറും ഒരു ഉപഭോഗ വസ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പലപ്പോഴും പുരുഷന്മാരെ കാണുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഒക്കെ നടക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ആക്ടറും ആക്ട്രസും ഇവർക്ക് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പം ഇന്നത്തെ കാലത്ത് ഉദ്ഘാടന റാണിമാർ എന്നുള്ള ലേബലിൽ കുറേ ആളുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാം ഏത് ഭാഗങ്ങളാണ് ക്യാമറകൾ ഒപ്പിയെടുക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. മുഴുപ്പുള്ള അല്ലേ, എല്ലാവരെയും ആകർഷണീയമായിട്ടുള്ള ശരീരാവയവങ്ങളാണ് ക്യാമറകൾ ഒപ്പിയെടുക്കുന്നത്. അവിടെ നിങ്ങളൊരു വിൽപ്പന ചരക്കാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീ, അത് തന്നെ പറയാനുള്ളൂ. സ്ത്രീ എന്നും ഒരു വിൽപ്പന ചരക്കാണ്. ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ ഇര മാത്രമാണ്. അപ്പോൾ പെൺകുട്ടികൾ സ്വല്പം കൂടെ ജാഗ്രത വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പെൺകുട്ടികളോട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് ആൺകുട്ടികൾക്കും ബാധകമാണ്. ആ വീട്ടിൽ ആദ്യം തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക, സ്വന്തം ഭാര്യയെ ബഹുമാനിക്കുക. അത് കണ്ട് അടുത്ത തലമുറ വളർന്നു വരണം. അല്ലാതെ നമ്മൾ എന്താ പറയുക, കതിരിൽ കൊണ്ടുവന്ന് വളം വച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. നമ്മൾ ഭാര്യേനെ വീട്ടിൽ അടിക്കുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തിട്ട് മോനെ കുറെ ഉപദേശം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിൽ നിന്ന് നല്ലത് നമ്മുടെ മക്കളും കണ്ടുപഠിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരും തലമുറയിലെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.